ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലമാണിത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഒരു കുന്നിന്മേൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ബുദ്ധമത കേന്ദ്രമാണ് സ്വയംഭൂനാഥ ക്ഷേത്രം. പല സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടം. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ യോദ്ധ സിനിമയുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ അരശമൂട്ടിൽ അപ്പുക്കുട്ടനും തൈപ്പറമ്പിൽ അശോകനും ഉണ്ണിക്കുട്ടനുമെല്ലാം നമ്മുടെ മനസ്സിലും അറിയാതെ കടന്നു വരും. ഇവിടെ നിന്നാൽ കാഠ്മണ്ഡു നഗരം പൂർണ്ണമായും കാണാൻ കഴിയും. ചെറുതും വലുതുമായ അനേകം ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ബുദ്ധസ്തൂപവും ഈ ചെറിയ ക്ഷേത്രങ്ങളും അടങ്ങിയതാണ് സ്വയംഭൂനാഥ ക്ഷേത്രം. ഇത് വാനരക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായി അധിവസിക്കുന്ന വാനരന്മാർ മൂലമാണ് ഈ ക്ഷേത്രത്തിലെ ഇങ്ങനെ ഒരു പേര് ലഭിച്ചത്. ഇവിടെ പവിത്രമായ ഒരു ജീവിയായാണ് വാനരന്മാരെ കണക്കാക്കുന്നത്. ബുദ്ധമതക്കാരെ പോലെ ഹിന്ദു വിശ്വാസികളും ഇതൊരു പുണ്യ സങ്കേതമായാണ് കണക്കാക്കുന്നത്. ഇതിനടുത്തായി മറ്റൊരു മലയിൽ ഒരു ദേവീക്ഷേത്രവുമുണ്ട്. യോദ്ധ സിനിമയിലെ ഉണ്ണിക്കുട്ടൻ്റെ അതേ വേഷത്തിലൊരു ബാലൻ. ഇത് ഉണ്ണിക്കുട്ടനല്ലെന്ന് നമുക്കറിയാം. എങ്കിലും അതേ വേഷത്തിലും അതേ പ്രായത്തിലും അതേ ലൊക്കേഷനിൽ കണ്ടപ്പോൾ അത്ഭുതം തോന്നി.